കുര്യാച്ചനെ തേടിയുള്ള മോഹൻ പോത്തിന്റെ യാത്ര തുടങ്ങുന്നത് ദേ ഇവിടെ നിന്നാണ്. ഇത് ഒരിക്കലും നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. ഇപ്പൊ മോഹൻ പോത്തൻ വന്ന് താമസിക്കുന്നു പറഞ്ഞ സ്ഥലം ആ കാട്ടുകുന്നിലേക്കുള്ള നമ്മളത്തിച്ചേർത്തിയുള്ള കുര്യച്ചന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ ഇടയിൽ എവിടെയോ മേ ബി കനോപ്പി അറ്റ് ദ പീക്കിലാണ് ചേട്ടത്തിയുടെ വീട്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് മേ ബി 1.5-2 കിലോമീറ്റർ താഴെയായിട്ടായിരിക്കും ഈ പറഞ്ഞ പോത്തൻ ടെന്റ് അടിക്കുന്ന സ്ഥലം എന്നുള്ളതായിരുന്നു സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്. സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാരണം. ഇതിന്റെ ഓപ്പണിംഗ് സീക്വൻസുകൾ ഇവിടെയാണുള്ളത്. പടത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ തുടക്കമാണ്. ആ തുടക്കം തന്നെ ആ വലുപ്പം ഇവിടെ ആയിരുന്നില്ല, തൊട്ട് മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയൊരു വിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മോഹൻ പോത്തൻ നോക്കുന്ന ഒരു വിഷനിലൂടെയാണ് ഞാൻ കണ്ടത്. താഴോട്ട് നോക്കുമ്പോൾ കുര്യച്ചന്റെ ഒരു വേൾഡ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന്റെ വലുപ്പം പരമാവധി ആ സാധനത്തിനുണ്ട്. ഇവിടെ മഴ പെയ്യണ്ട, മുകളിൽ എവിടെയെങ്കിലും മഴ പെയ്താലും നമ്മൾ അറിയില്ല, വെള്ളം വരുന്നത് പെട്ടെന്നായിരിക്കും. അപ്പൊ ഇതൊരു വലിയ വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയ ലൊക്കേഷൻ മ്ലാത്തിയുടെ വീടായിരുന്നു ഞങ്ങളുടെ. അത് എവിടെ കിട്ടുന്നോ അത് ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി ലൊക്കേഷൻസ് നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. അത് എവിടെയാണോ അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത്. നമ്മുടെ മേജർ കുര്യച്ചന്റെ വേൾഡ് അതാണല്ലോ. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. ബ്രേക്ക് ഇല്ലാതെ ആ കാറിൽ വരുന്ന ഒരു വരവുണ്ടല്ലോ, ശരിക്കും ഞങ്ങളെല്ലാവരും ഇത് എങ്ങനെ ഇത് ഓടിക്കുന്ന ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ശരിക്കും നരേൻ ചേട്ടൻ പറഞ്ഞു ഇത് ബ്രേക്ക് ഇല്ലാണ്ട് ശരിക്കും ഓടിച്ചതാണ്, എക്സ്പ്രഷൻ കറക്റ്റ് വന്നു എന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് ആണോ? അതെ, ബ്രേക്ക് കുറവായിരുന്നു, പഴയ വണ്ടികളായിരുന്നു. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷമാണ് അതിന് കുറച്ച് ബ്രേക്ക് ഇല്ല എന്നുള്ള അവസ്ഥ മനസ്സിലായത്. മറ്റേ അതിന്റെ മെയിൻ ഓണർ ബ്രേക്കിന്റെ ഓയിലൊക്കെ അടുത്തൂടെ വരും, എന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെയാണ് അറിയുന്നത് ബ്രേക്ക് ഇല്ല എന്നുള്ളത്. റിയൽ ആയിരുന്നു, കറക്റ്റ് ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു. ചില ഷോട്ടുകൾ ക്യാമറ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നരേൻ ഭയങ്കര ഫാസ്റ്റ് ഓടിക്കുക. അപ്പൊ എനിക്ക് സൈഡിൽ കൂടെ കാണാം, ഫ്രെയിമിൽ ഇല്ലാത്ത സ്ഥലത്ത് കാണുന്നുണ്ട്. കാരണം ഞാൻ പേടിച്ചിട്ട് എക്സ്പ്രഷൻ പക്ഷെ വേറെ രീതിയിൽ വന്നിട്ട്, പക്ഷെ പുള്ളി ഫേസ് നമ്മൾ അവന് ആവശ്യം, പാപ്പച്ചന് ആവശ്യമുള്ള എക്സ്പ്രഷൻ തന്നെ ഫേസിൽ കൊടുത്തു. പക്ഷെ സഹീർ മുഹമ്മദിന് ആവശ്യമുള്ള എക്സ്പ്രഷൻ കയ്യിലും കൊടുത്തു. 5 പേരടങ്ങുന്ന ഒരു ടീമിന്റെ യാത്രയായിരുന്നു അത്. ഒരു പിക്നിക്, ഒരു യൂത്തന്മാരുടെ ഒരു പിക്നിക് പോലെ, പിള്ളേരുടെ, അതായത് കോളേജൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഒരു പ്രായത്തിലുണ്ടല്ലോ, എന്തിനും ഇറങ്ങി തിരിക്കാന്നുള്ള ഒരു ധൈര്യത്തിലുള്ള ഒരു യാത്ര ഉണ്ടല്ലോ. ഞാൻ ശരിക്കും യൂത്താണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കുര്യാച്ചനെ തേടിയുള്ള മോഹൻ പോത്തിന്റെ യാത്ര തുടങ്ങുന്നത് ദേ ഇവിടെ നിന്നാണ്. നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് അതിലെ കഥ പോലെ തന്നെ അതിലെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം കുര്യാച്ചന്റെ ഒരു കോട്ട എന്ന് പറയുമ്പോൾ ഡയറക്ടറിന് ഒരു മനസ്സിലൊരു വിഷൻ ഉണ്ടാവും. അത് പ്രൊഡക്ഷൻ കൺട്രോളോട് പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാ അത് കണക്ട് ചെയ്തത്? അല്ല, പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫിക്ക എന്താണ് 150 സിനിമകൾ 10-20 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് ചെയ്തിട്ടാണ്. അപ്പൊ പുള്ളിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഡിസ്ക്രിപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ക്രിപ്റ്റ് വായിച്ചാൽ തന്നെ അതിൽ എന്തൊക്കെ വേണം, എങ്ങനെയാണ് വേണ്ടത്, ഇന്നത് കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ പുള്ളി ഷാഫിക്ക് ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ജനറലി ചില സിനിമകളിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് വാശി പിടിക്കേണ്ടി വരും, ഇത് ഇങ്ങനെ കിട്ടിയാലേ നടക്കുള്ളൂ എന്നുള്ളതിന്റെ ഒരു പോരാട്ടം വേണ്ടി വരാറുണ്ട്. ഇവിടെ നേരെ തിരിച്ചാ, നമ്മളിത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ഷാഫിക്ക സമ്മതിക്കില്ല. അയ്യോ പറ്റൂല, ഈ കഥയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലം വേണം, ഇത് ഇങ്ങനെ വേണം ഷൂട്ട് ചെയ്യാൻ, നമ്മളങ്ങനെ കോംപ്രമൈസ് ചെയ്യരുത്. അത് കഥ വായിച്ചപ്പോ എന്റെ മനസ്സിൽ കിട്ടിയത്, അത് പുള്ളിയുടെ മനസ്സിൽ കിട്ടിയ ഒരു പിക്ചർ ഉണ്ട്. അത് തന്നെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം. അതിന് കേരളത്തിൽ എത്ര മലയും കാടും കുന്നും വേണമെങ്കിൽ നമുക്ക് കയറി ഇറങ്ങാം, അത് തന്നെ കിട്ടണം, 1 ഇഞ്ച് പോലും കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി മുന്നിൽ നിന്ന് ദീപശിഖയായിട്ട് ഓടിയോണ്ടാണ് ഇതൊക്കെ നടന്നത്. പിന്നെ പർട്ടിക്കുലർലി ഈ ഒരു സ്ഥലം ഇത് ഒരിക്കലും നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. ഇപ്പൊ മോഹൻ പോത്തൻ വന്ന് താമസിക്കുന്നു പറഞ്ഞ സ്ഥലം ആ കാട്ടുകുന്നിലേക്കുള്ള നമ്മളത്തിച്ചേർത്തിയുള്ള കുര്യച്ചന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ ഇടയിൽ എവിടെയോ മേ ബി കനോപ്പി അറ്റ് ദ പീക്കിലാണ് ചേട്ടത്തിയുടെ വീട്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് മേ ബി 1.5-2 കിലോമീറ്റർ താഴെയായിട്ടായിരിക്കും ഈ പറഞ്ഞ
പോത്തൻ ടെന്റ് അടിക്കുന്ന സ്ഥലം എന്നുള്ളതായിരുന്നു സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്. ഉൾക്കാടിന്റെ ഉള്ളിൽ തന്നെ തൊട്ടടുത്തൊരു ക്ലിഫ് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ. ഇത് ബൈ ചാൻസ് ഇതുവഴി പോയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് കയറി ഇങ്ങോട്ട് കാണാൻ കയറിയതാണ്. ഏത് ലൊക്കേഷൻ എന്നുള്ള രീതിയിലൊന്നും ആലോചിച്ചില്ല. നമ്മൾ വേറെ എവിടെ ലൊക്കേഷൻ കണ്ടിട്ട് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ബോർഡ് കണ്ടു വന്നാൽ പിന്നെ കണ്ടുവെക്കാം, വൈകുന്നേരം അല്ലേ, ഒന്ന് 2 മണിക്കൂറൂടെ ബാക്കിയുണ്ട്. ദിവസം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം, ഒന്ന് റിഫ്രഷ് ആവാന്നൊക്കെ കരുതി വെറുതെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാണ്. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത്തിരി സാധ്യതകൾ കാണുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് പ്ലേറ്റ് ഇരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എങ്ങനെ സിനിമയിൽ ഉൾപ്പെടുത്താം എന്ന് ആലോചിച്ചു. കാരണം ഇതിന്റെ ഡിസ്ക്രിപ്ഷന് പറ്റിയൊരു സീനുകളൊന്നും നിലവിൽ നമ്മളെ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ആലോചിച്ചു ഇത് ഇങ്ങനെ കിട്ടിയിട്ട് ഇത് വിടാനും തോന്നില്ല. അപ്പൊ ഇത് ഉൾപ്പെടുത്താൻ എന്ത് സ്കോപ്പ് എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് അതിന് ഏറ്റവും ബെസ്റ്റ് മോഹൻ പോത്തൻ വന്ന് പൂട്ടി ജീപ്പിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് മോഹൻ പോത്തൻ ടെന്റുമായിട്ടൊക്കെ താമസിക്കുന്നത് ഇങ്ങനത്തെ ഒരു എക്സോട്ടിക് പ്ലേസിലായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പൊ എന്ത് ഐഡിയ തോന്നിയാലും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഷാഫിക്ക് എടുത്ത ഷാഫിക്ക നിങ്ങൾ നടക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പൊ തന്നെ വിടും. ഇനി നിങ്ങൾ പറ ഇവിടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ട് ഒരു പരിപാടിക്ക് നമ്മളില്ല, നിങ്ങൾക്ക് ഓക്കെ എന്താണ് നിങ്ങൾ ഇതിന്റെ സാധ്യതകൾ പറയൂ, ഇല്ലെങ്കിൽ വിട്ടേക്ക്, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇവിടെ അങ്ങോട്ട് ഷാഫിക്ക് ഇപ്പം ഇവര് ഓൾറെഡി ഇവരുടെ ഒരു വിഷൻ പറയാണ്, ഒരു ഐഡിയ പറയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ രീതിയിൽ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം കുര്യാച്ചന്റെ. അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് ഇവിടേക്കുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു, കാരണം ഇതിന്റെ ഓപ്പണിംഗ് സീക്വൻസുകൾ ഇവിടെയാണുള്ളത്. പടത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ തുടക്കമാണ്. ആ തുടക്കം തന്നെ ആ വലുപ്പം ഇവിടെ ആയിരുന്നില്ല, തൊട്ട് മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയൊരു വിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മോഹൻ പോത്തൻ നോക്കുന്ന ഒരു വിഷനിലൂടെയാണ് ഞാൻ കണ്ടത്. താഴോട്ട് നോക്കുമ്പോൾ കുര്യച്ചൻ്റെ ഒരു വേൾഡ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന്റെ വലിപ്പം പരമാവധി ആ സാധനത്തിനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും ഇവിടെ ചെയ്യാം, നമുക്ക് മാൻ പവർ യൂസ് ചെയ്യാം, നമുക്ക് ലോക്കൽ സപ്പോർട്ട് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സീക്വൻസ് ആണ്. ജിബ് വേണം, ക്രെയിന് വേണം, മറ്റ് എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഏറ്റവും നമ്മളെ ഭീതിപ്പെടുത്തിയിരുന്നത് ഇവിടെ മഴ പെയ്യണ്ട, മുകളിൽ എവിടെയെങ്കിലും മഴ പെയ്താലും നമ്മൾ അറിയില്ല, വെള്ളം വരുന്നത് പെട്ടെന്നായിരിക്കും. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനെ തരണം ചെയ്യണം. ഇത്രയും എക്യുപ്മെന്റ്സും സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് എടുത്ത് പെട്ടെന്ന് മാറ്റല് ബുദ്ധിമുട്ടാണ്. പവർ സപ്ലൈ എത്തിക്കൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ സിനിമയുടെ ഓപ്പണിംഗ് സാധനം മനസ്സിൽ നിന്ന് പോകുന്നില്ല. എങ്ങനെയെങ്കിലും നമുക്ക് സാധ്യമാക്കാം. പിന്നീട് ഞങ്ങളിത് തിരിച്ചു പോയതിന് ശേഷം ഞാൻ ഒറ്റക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ മാനേജറുമായിട്ട് വന്ന് ഇതിന്റെ മറ്റു വശങ്ങളിലതാ ഈ റോഡിലൂടെ പോയിട്ട് എങ്ങനെ എവിടെ എത്തും, മറ്റു മാർഗങ്ങളുണ്ടോ ഇതിലേക്ക് വരാൻ എന്നുള്ള ഒരു ഫുൾ ഡേ ഞങ്ങൾ ഇതിനുള്ള സെർച്ചിങ് നടത്തി. അതും പരാജയപ്പെട്ടു. എന്നിട്ടും പക്ഷേ നമ്മൾ അത് തലേ ദിവസം തന്നെ വെച്ച് ഇവിടെ പ്രാദേശികരായിട്ടുള്ള ഇവിടെ നല്ല പരിചയമുള്ള കുറേ ആളുകളെ കൂട്ടുപിടിച്ചിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഷൂട്ടിംഗ്, ജിമ്മി ജിപ്പും ക്രെയിനും മറ്റുള്ള സർവ്വ എക്യുപ്മെന്റ്സും വെച്ചിട്ട് ഈ ഷൂട്ട് പ്ലാൻ ചെയ്ത്. അതിന് നമ്മുടെ ആർട്ട് ഡയറക്ടർ, കലാസംവിധായകൻ കട്ടക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിക്കും നമ്മളെ പോലെ തന്നെ ഇത് അയാളുടെയും കൂടി ഒരു ലൈഫാണ്. ഇത് അത്രയും മനോഹരമാക്കണം എന്ന് ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ഞങ്ങൾ കണ്ടുപോയി ഇതെല്ലാം ലൊക്കേഷൻസ് ഫിക്സ് ചെയ്ത് ഷൂട്ടിങ്ങിന് വരുമ്പോൾ അതിലും വലിയ വെല്ലുവിളിയായിരുന്നു. ഇവിടെ മഴ പെയ്തു, മൊത്തം വെള്ളം പരന്നു കിടക്കുകയാണ്. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നല്ല, മൊത്തം വെള്ളം. നിങ്ങൾക്ക് ആ വിഷ്വൽ കാണുമ്പോൾ ഇതിന്റെ പല സമയത്തും പല രീതിയിലാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ ലെവൽ കിടക്കുന്നത്. അപ്പോൾ ആ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തിട്ടാണ്. പക്ഷെ ഒന്ന് ആർട്ടിസ്റ്റുകളും ഞങ്ങളുടെ കൂടെ നിന്നു, മറ്റ് ക്രൂ മെമ്പേഴ്സും ഇതൊരു രസമായിട്ട് അവർക്കൊരു ത്രില്ലായിരുന്നു. അത് ആരും മടി പിടിച്ച് നിന്നില്ല എന്നുള്ളതായിരുന്നു. ആക്ച്വലി ഇത് നമ്മൾ ആദ്യം ജീപ്പ് ഇതുവരെ ഇറക്കേണ്ട പ്ലാനിലായിരുന്നു. ജീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം അപ്പൂട്ടിയും പോത്തനും വന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ഇത് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. നമ്മൾ മണ്ണെല്ലാം വിട്ടിട്ട് നികത്തിയിട്ട് വരാന്നുള്ള പ്ലാനിലായിരുന്നു ആദ്യം. പിന്നെ ഇതിന്റെ പോസിബിലിറ്റി കുറച്ചുകൂടിയും അപകടകരവും, പിന്നെ അത് കുറച്ച് എന്താ ചെയ്യുക, അത് പ്രാക്ടിക്കൽ അല്ലാന്ന് മനസ്സിലായതിനു ശേഷമാണ് നമ്മൾ അത് ജീപ്പ് വേറെ ഇടത്തിൽ പ്ലേസ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു ടെറൈനാണ് ഇത്. അത് പിന്നെ നമുക്ക് ഓരോ സമയവും ഇത് തന്നെ വേണം എന്നുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് മിസ് ചെയ്താൽ ഇതിന്റെ ഒരു ടോട്ടൽ എന്താ പറയുക, സ്റ്റാർട്ടിങ് സീൻസിൽ തന്നെ കാണിക്കുന്ന ഒരു ടെറൈനാണ് ഇത്. അപ്പോൾ ആളുകൾക്ക്, ഒരു ഓഡിയൻസിന് കാണുമ്പോൾ തന്നെ ഈ വേൾഡ് ഭയങ്കര അൺയൂഷ്വൽ വേൾഡ് ആയിട്ട് തോന്നണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ പേടി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ട്, ഏത് സമയം ഇത് മുങ്ങിപ്പോകും, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യവശാൽ ഇതിന്റെ അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഷൂട്ട് നടന്നു. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞ് 2ാമത്തെ ദിവസം
അതിഭീകരമായിട്ട് വെള്ളം നിറഞ്ഞു. അത് യൂട്യൂബിൽ അടിച്ചാൽ ആ വീഡിയോസ് കാണാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ഇവിടെയുള്ള ആളുകൾ തന്നെ ഞങ്ങൾക്ക് അയച്ചെന്ന് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒട്ടുമില്ല. അതേ ആ മറ്റേ കര മൊത്തം അവിടെ മുകളിൽ വരെ വെള്ളം നിറഞ്ഞ് വേറൊരു രീതിയിലായിട്ടുണ്ടായിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഇപ്പം ഇങ്ങനെ നമ്മുടെ ഒരു ഐഡിയയിലെ ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്ററും പറയാണ് നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ അതിന് സമ്മതിക്കുക, അതിന് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നതും എങ്കിലും മാത്രം നമ്മുടെ സിനിമയിൽ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാനും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കുന്നത്? സ്ക്രിപ്റ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് ഇവർ ചെയ്യുന്നു. അപ്പോൾ അതിന് ലോജിസ്റ്റിക്സ് പ്രശ്നം എന്താണെന്ന് ഷാഫിക്കാരെ സംസാരിക്കുമ്പോൾ കോൺഫിഡൻ്റ് ആണ് ആള്. നമ്മൾ എങ്ങനെയായാലും ഇത് ഇങ്ങനെ ചെയ്താലേ ഭംഗി വരുള്ളൂ, അങ്ങനെ ചെയ്തോളൂ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരു കുട്ടിയെ പോലെ ആദ്യമായിട്ട് ഇതിന്റെ ബാക്കി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ശരിയൊരു ഇന്റർവ്യൂല് പറഞ്ഞു ഈ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഷാഫിഖ് തന്നെയാണ്. അദ്ദേഹമാണ് എല്ലാത്തിലും ഓടി നടന്ന് കൂടെ. അല്ല, പുള്ളി തരുന്ന ധൈര്യത്തിന്റെ ആണത്. പുള്ളി മുന്നിലുള്ളതുകൊണ്ടാണ് നമുക്ക് പലതും ഇങ്ങനെ കാട് കയറി ചിന്തിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പൊ ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ പറ്റാം. മറ്റു ചില സ്ഥലങ്ങളിൽ ജഡ്ജ് ചെയ്യോ എന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ ചോദിക്കാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മുതലെടുക്കോ ഇല്ലയോ? ഷാഫിക്ക് അടുത്ത് അത് വേണ്ട. വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അടുത്ത് ചോദിക്കുന്ന പോലെ, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് പോലെ, എന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഷാഫിക്ക എന്തെങ്കിലും മാർഗമുണ്ടോ? നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട, ഇത് വല്ല പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ മാർഗം നോക്കാം. പുള്ളി നമുക്ക് നടത്താം എന്നുകൊണ്ട് പുള്ളി മുന്നിട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ് ഈ പടത്തിലത്തെ ഒട്ടുമിക്കാലും കാര്യങ്ങളും നടന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കൺവീനിയൻസ് നോക്കി മറ്റു സ്ഥലത്തേക്കും. കാരണം വെച്ചാൽ നമുക്കിത് ഷൂട്ട് ചെയ്യുക ടെക്നിക്കൽ കാര്യങ്ങളല്ല, ഇത് ഇതിന്റെ ലോജിസ്റ്റിക്സ് അറേഞ്ച് ചെയ്യുക, ക്രൂവിന് എത്തിക്കുക, അത്തരം കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെ അതിന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യേണ്ട, എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് അവരതിന് ദില്ല് കാണിച്ചില്ലെങ്കിൽ, വോളണ്ടിയർ ആയിട്ട് ഇറങ്ങിയില്ലെങ്കിൽ അത് നടക്കില്ല. ഇത് നടക്കൂല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റു ഓപ്ഷനിലേക്ക് സ്വാഭാവികമായിട്ട് പോകേണ്ടി വരും. പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസർക്കും ധൈര്യം കൊടുക്കുന്നത്. അപ്പൊ പുള്ളി കറക്റ്റ് സിനിമയുടെ നല്ലതിന് വേണ്ടി ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ച് ഇതാണ്, അല്ലെങ്കിൽ പുള്ളി എന്നെ പറയാനുള്ള വാചകം ഇതാണ്: ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓടിയ സിനിമ ഇങ്ങനെയുള്ള ഒരു സിനിമയാണ്, അങ്ങനെയുള്ള ഒരു സിനിമ തന്നെ ആക്കിയിട്ട് നമുക്ക് ഇത് മാറ്റണം, അതിനുവേണ്ടി നമുക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തന്ത്രപരമായിട്ടുള്ള കുറെ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമ തിയേറ്ററിൽ എത്തുന്ന ആളുകൾ അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കാണുന്നു. അതിലിപ്പോ ഷാഫിഖിന്റെ ആ ഒരു നിർബന്ധം തന്നെ ചിലപ്പോൾ സിനിമയുടെ സക്സസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പം ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു യാത്രയായിരുന്നു. ഇപ്പോ ഓരോ ലൊക്കേഷനും കണ്ടുപിടിക്കാം. യെസ്, അതായത് ആർട്ട് ഡയറക്ടർ, മറ്റേ സ്ക്രിപ്റ്റ് റൈറ്റർ, DOP, പ്രൊഡ്യൂസർ, ഞാനടക്കമുള്ള 5 പേരടങ്ങുന്ന ഒരു ടീമിന്റെ യാത്രയായിരുന്നു. അത് ഒരു പിക്നിക്, ഒരു യൂത്തന്മാരുടെ ഒരു പിക്നിക് പോലെ, പിള്ളേരുടെ, അതായത് കോളേജൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഒരു പ്രായത്തിലുണ്ടല്ലോ, എന്തിനും ഇറങ്ങി തിരിക്കാന്നുള്ള ഒരു ധൈര്യത്തിലുള്ള ഒരു യാത്ര ഉണ്ടല്ലോ. ഞാൻ ശരിക്കും യൂത്താണ്. ഞങ്ങളെല്ലാവരും കൂടി അതുപോലെ രാവിലെ ഒരു ബാഗ് തോളിൽ തൂക്കി ഒരു കുടയും കയ്യിൽ പിടിച്ച് ഞങ്ങൾ ആ ബാഗിൽ കുറച്ച് ഓറഞ്ച്, ആപ്പിള്, അതുപോലത്തെ കുറച്ച് കൂൾ ഡ്രിങ്ക്സ്, മറ്റേ ഇത്തിരി മറ്റേ ഗ്ലൂക്കോസ്, കാരണം മലയൊക്കെ കയറുമ്പോൾ ക്ഷീണം മാറ്റണ്ടേ. അപ്പൊ അങ്ങോട്ട് ലക്ഷ്യമില്ലാതെ പോവുകയാണ്. അപ്പൊ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഈ ഡയറക്ടറും ഇവരും കൂടി പറയും നമുക്ക് ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിച്ച് ഉള്ള ഒരു യാത്രയായിരുന്നു. ഒരുപാട് നാളുകൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീം വൈകുന്നേരം അടിച്ചു പൊളിച്ച അന്നത്തെ കാര്യങ്ങളെല്ലാം മഴവിറക്കി രസകരമായി പിറ്റേ ദിവസം പൂർണ്ണ എനർജിയോടുകൂടി വീണ്ടുമുള്ള യാത്ര, അതൊരു വല്ലാത്ത തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യം, മനസ്സിൽ വരുന്ന കാര്യം നമ്മൾ എഴുതുന്നു. റൈറ്റർ എന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എഴുതുന്നു. സിനിമറ്റോഗ്രാഫർ എന്ന രീതിയിൽ നമ്മൾ അത് ഓൾറെഡി ഒപ്പിയെടുക്കണം എല്ലാ വിഷയവും. സോ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഇപ്പം ടെക്നിക്കലി നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിലേക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ, പ്രോപ്പർട്ടീസ് എത്തിക്കാന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. സോ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു സിനിമറ്റോഗ്രാഫർ എന്ന നിലയിൽ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒന്ന് എഴുതുമ്പോൾ തന്നെ ഏകദേശം കൺവീനിയൻസ് നടത്തിയെടുക്കാൻ പറ്റുന്ന ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. വല്ലാണ്ട് കാട് കയറി ചിന്തിച്ചിട്ടില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടും അതിലും ഇതിലൊക്കെ ചെയ്തത് കണ്ടിട്ട് നമുക്കൊരു ഇത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബോധ്യമുള്ള മിനിമൽ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വാട്ട് എവർ ലിറ്റിൽ ലൈനോ വെച്ചിട്ട്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ടീം നമ്മളിവിടെ വേണം, നല്ല വില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വേണം. അത് കൃത്യമായിട്ട് ഒത്തു വന്നു കഴിഞ്ഞാൽ ഫുൾ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റിനോടുള്ള ചലഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ പറഞ്ഞൊരു വേറെ ആർക്ക് അപകടം പറ്റരുത്, മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു സ്ലിപ്പറി, വളരെ സ്ലിപ്പറിയാണ്. ആരെങ്കിലും ഒരാളൊന്ന് ജസ്റ്റ് ഒന്ന് വഴുതി വീണ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസവും പോയി, ആളുടെ ആരോഗ്യവും എല്ലാം നമ്മുടെ കൺസേൺ ആണല്ലോ. അത് മാത്രമേ ചലഞ്ച് ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്ന് ആരും പരിക്ക് പറ്റാതെ വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക്. ചെറിയ വീഴ്ചകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു വലിയൊരു വീഴ്ചകളൊന്നും സംഭവിച്ചില്ല. പിന്നെ ഈ കണ്ടിന്യൂറ്റി മാച്ചിങ് അത്തരം കാര്യങ്ങളൊക്കെയാണ്. അത് വെള്ളം നമ്മൾ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ രാവിലെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ തൊട്ട് തന്നെ ഇടയ്ക്ക് അങ്ങനെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കണ്ടിന്യൂറ്റി ചിലപ്പോൾ മാറും. അപ്പൊ ആ ആംബിയൻ കണ്ടിന്യൂറ്റി ഒക്കെ മാറുന്നതിന് മുന്നേ
ഉദ്ദേശിച്ച സീൻ മൊത്തമായിട്ട് ഷൂട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ചലഞ്ച്. പിന്നെ ലൈറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. അത് പിന്നെ ഈ പറഞ്ഞൊരു ടെക്നീഷ്യന്മാർക്ക് അറിയാം. ഈ 40-40 അംബർല ക്ലോത്ത് എന്ന് പറഞ്ഞ ഡിഫ്യൂഷൻ ക്ലോത്ത് ഒക്കെ കിട്ടി ലൈറ്റ് നമ്മുടെ കൺട്രോളിലേക്ക് എടുക്കുക. ലൈറ്റ്സ് ഒക്കെ നമ്മുടെ കൺട്രോളിലേക്ക് എടുക്കാം. മറ്റേ യൂണിറ്റ് ഇവിടെ എത്തിക്കുക, അതൊക്കെ ശരിയാണ്. അതൊക്കെ നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരേ ഒരു കാര്യം മഴയും ഇവിടെ ഈ പറഞ്ഞൊരു വെള്ളത്തിന്റെ ഒഴുക്കുമാണ്. വെള്ളത്തിന്റെ ലെവൽ ഒന്ന് മാറിയാലോ ഈവൻ വെള്ളത്തിന്റെ കളർ മാറിയാലോ നമുക്ക് കണ്ടിന്യൂറ്റി ജമ്പാണ്. അപ്പൊ നമ്മളാണെങ്കിൽ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിന്റെ ഉള്ളിൽ തന്നെ തീർക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രൊജക്ട് മൗണ്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ നമുക്ക് ഭയങ്കര ലക്ഷറി ഇല്ല മറ്റ് സിനിമകൾക്കുള്ള പോലെ. ഓക്കെ, ഇന്ന് മഴയാണോ, ഇന്ന് വെള്ളത്തിന്റെ കളർ മാറിയോ, എന്നാൽ നമുക്ക് അടുത്തൊരു ദിവസം വരാം. അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. അപ്പോ എവറി ഡേ ഓൺ സെറ്റ് വാസ് ഡു ഓർ ഡൈ. പക്ഷെ ഓൾ ക്രൂവിന്റെ മൊത്തത്തിലുള്ള സഹകരണം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആണ്. അപ്പം കുര്യാച്ചനെ പോലൊരു കഥാപാത്രം വേണമെങ്കിൽ നമുക്ക് മലയാള സിനിമയിലെ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അധികം പരിചയമില്ലാത്തൊരു ഫേസ് ബോളിവുഡ് ആക്ടറിസ്റ്റ് ആണ് നമ്മൾ കുര്യാച്ചനെ കഥാപാത്രം ചെയ്തത്. അപ്പൊ തുടക്ക സമയത്ത് ഒരു ബിസിനസിന്റെ രീതിയിൽ നിങ്ങൾക്ക് ഒരു ചർച്ച ഉണ്ടായിരുന്നോ? ക്യാരക്ടർ ഈ കാസ്റ്റിംഗ് നമുക്ക് മാറ്റം വരുത്താം, അല്ലെങ്കിൽ പുതിയ വേറൊരാളെ, അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, മുൻവിധികൾ ഇല്ലാത്തൊരു കാസ്റ്റിംഗ് തന്നെ വേണം എന്നുള്ളതായിരുന്നു. അതിന്റെ ഡിസൈൻ വൈസ് അങ്ങനെ തന്നെ വേണമായിരുന്നു. ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ തോന്നരുത് ഇയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അയാളുടെ പ്രീവിയസ് ബോഡി ഓഫ് വർക്ക് കണ്ടിട്ട് നമുക്ക് ഓരോ ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലൊരു ഇമേജ് ഉണ്ടാവില്ല. ഇയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇയാളുടെ പ്രകൃതി ഇങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഉണ്ടാവരുത്. ടോട്ടലി ഫ്രഷ്നെസ് തോന്നിക്കണം. എന്നെ എവിടെയെങ്കിലുമൊക്കെ കണ്ടു പരിചയമുള്ള അത് ഒരാളുടെ ഒരു ഓറ വേണം, ആ ആർട്ടിസ്റ്റ് ഒരു ഓറ വേണം. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോൾ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഈ കുര്യച്ചനെ കുറിച്ച് മറ്റ് ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുന്ന ഇമേജുകളിലൂടെയാണ് ക്യാരക്ടർ ബിൽഡ് ആവുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജിലേക്ക് ഫിറ്റിൻ ആവുന്ന രീതിയിലായിരിക്കരുത് കുര്യച്ചനെ ഫസ്റ്റ് ടൈം വിഷ്വലിൽ കൊണ്ടുവരുമ്പോൾ ഉള്ളത്. അതിൽ നിന്ന് കോൺട്രാസ്റ്റിംഗ് ആയിരിക്കണം. അയാളെ ഫസ്റ്റ് ടൈം വിഷ്വലിൽ വരുമ്പോൾ ഈ പറഞ്ഞ ഈവിൾ ഇമേജ്, സിനിസ്റ്റർ ഇമേജിൽ നിന്നുള്ള ടോട്ടലി മാറി അയാളുടെ ഒരു ജെന്റിൽ സൈഡ് അല്ലെങ്കിൽ വൾണറബിൾ സൈഡ് ഒക്കെ വരുന്ന രീതിയിലായിരിക്കണം. അപ്പോഴേ അയാൾക്ക് 3 ഡയമെൻഷണൽ സ്വഭാവം കിട്ടും, അൺപ്രഡിക്റ്റബിലിറ്റി കിട്ടും. ഇതൊക്കെയായിരുന്നു റൈറ്റിംഗിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന സംഗതി. സോ ഫസ്റ്റ് പ്ലേസിൽ തന്നെ ഇത് മലയാളി വേണ്ട എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ആര് എന്നുള്ളതായിരുന്നു. പിന്നെ അധികം അങ്ങനെ വെറുതെ റാൻഡംലി ബ്രെയിൻ സ്റ്റോം ചെയ്ത ഓപ്ഷൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രൈമറിലി നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്തതും അവസാനം ഫിക്സ് ചെയ്തതും സൗരഭ് സാറിന് തന്നെയായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹസ്കിനെ നമ്മൾ കാണുന്നുണ്ട്. ഹസ്കി വിനീതേട്ടന്റെ കൂടെയുള്ള അത്രയും മനോഹരമായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു ഹസ്കി. എനിക്ക് അവരുടെ ഒരു ഫീലിങ്സ്, അവരുടെ നേച്ചറും കൂടെ നമ്മൾ ഈ പറഞ്ഞ സിനിമയിൽ കാണുന്നുണ്ട്. ഇപ്പം അതില് അസ്കി മരിച്ചെടുക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് VFX ആണോ, അത് എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തത്? CGI ഇൻകോർപ്പറേറ്റഡ് ആണ്. ഡോഗിനെ നമ്മൾ അതുപോലെ കിടത്തി എന്നിട്ട് അത് കുറച്ച് ഡീക്കേയിങ് ആയിട്ടുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് CG സപ്പോർട്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് കറക്റ്റ് ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഡോഗ് മരിച്ചു കിടന്ന അതേ സ്ഥലം. ഇപ്പൊ ഓൾറെഡി ഇപ്പം സ്ഥലം കാണുന്ന സമയത്ത് കൃത്യമായിട്ട് ഇപ്പം ഇവിടെ ടെന്റ് ഉണ്ട് കൃത്യമായി. ഇതിപ്പോ നിങ്ങൾ വന്നപ്പോഴും ആ ഒരു നിങ്ങൾക്ക് ഓൾറെഡി ഇത് കാണുന്ന സമയത്ത് ഇവിടെ ടെന്റ് വേണം എന്നൊരു പ്ലാൻ ഒക്കെ ഉണ്ടാവില്ലേ? എങ്ങനെയാന്ന് അറിയില്ല. അത് ഇപ്പം സിനിമ ഷൂട്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്ഥലം കാണുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇത് ഇവിടെ വെക്കാം. റഫായിട്ട് നമ്മൾ ബാവല് ചെറിയ ഒരു ഫോട്ടോസ് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ ഫോട്ടോസ് എടുത്ത് വെക്കും. ഓക്കെ, ഈ ഒരു ആംഗിളിലായിരിക്കും ഈ ഒരു കൊറിയോഗ്രാഫ് നടക്കുക. ബ്ലോക്കിംഗ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ടൈം പിന്നെയും വന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഒരു കൊറിയോഗ്രാഫെല്ലാം ചെയ്ത് ഫൈനൽ ഷൂട്ടിന്റെ സമയത്ത് പ്രോപ്പർലി. അത് പിന്നീട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ആദ്യം പ്ലാൻ ചെയ്ത് ഉറപ്പായിട്ടും മാറ്റം വരും. ഒന്ന് വെച്ചാൽ ഓപ്പൺ മൈൻഡോടെ പോകാനാണ് പരമാവധി ശ്രമിക്കാറ്. കാരണം നമ്മൾ ഭയങ്കര വലിയ പ്ലാനിങ് സ്റ്റബോണായിട്ട് നിന്ന് വെച്ചിട്ട് അവസാനം ആ ഷൂട്ടിംഗ് ഡേ വന്നിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ വെള്ളം കയറിയതുകൊണ്ടോ മറ്റ് എന്തെങ്കിലും അസൗകര്യങ്ങൾ കൊണ്ടോ അത് നടന്നില്ലെങ്കിൽ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം പരമാവധി എല്ലാ സിനിമകളും വർക്ക് ചെയ്യുമ്പോഴും ഓപ്പൺ മൈൻഡ് ആറ്റിറ്റ്യൂഡായിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്, ഇല്ലേലും പരാതിയില്ല, എങ്ങനെ വരുന്നിട്ട് വെച്ച് കാണാം എന്ന് പറയുന്ന രീതിയിലെ ആ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് അതിന്റെ ടെന്റിന്റെ പ്ലേസ്മെന്റ് ഒക്കെ അതിനനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ ദിവസത്തെ മറ്റേ കമ്പോള നിരക്കനുസരിച്ച്, സ്വർണത്തിന്റെ കുരുമുളകിന്റെ കമ്പോള നിരക്കനുസരിച്ച് വേണം എന്ന് പറയുന്ന രീതിയിൽ ജീപ്പിന്റെ പോലും നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത് ഇവിടെയായിരുന്നു. പക്ഷെ പിന്നെ വള്ളം കയറിയപ്പോൾ നമുക്ക് വള്ളം കയറിയാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മൾ മാറ്റി. എല്ലാ കാര്യം ഭയങ്കര കൂട്ടത്തിൽ ഒരാളെ നെഗാണെങ്കിൽ പോസിറ്റീവായിട്ട് അത് ഡീൽ ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു ഇപ്പൊ വിനീതേട്ടന്റെ കഥാപാത്രം അത് തിയേറ്ററിൽ വന്നതിന് ശേഷം പ്രേക്ഷകരെല്ലാവരും കുറെ നാഴ്ച വിനീതേട്ടന്റെ ഒരു ഗ്രേറ്റ് ഇപ്പൊ ഓൾറെഡി എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കഥാപാത്രം ആളുകൾ അങ്ങ് ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഇത്രയും പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ ടാലന്റ് ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു ടീമിന്റെയിലാണ് കിട്ടിയത്, ആ രീതിയിൽ പെർഫോം ചെയ്തു എന്നൊക്കെ ആളുകൾ പറയുന്നു. സോ ഈ എഴുതുന്ന സമയത്ത് ഓൾറെഡി മനസ്സിൽ ഇന്ന ആള് തന്നെ പെർഫോം ചെയ്യണം എന്നുണ്ടാവുമല്ലോ. സോ എഴുതുന്ന സമയത്ത് വിനീതേട്ടൻ തന്നെ ഈ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ക്യാരക്ടർ പ്രതി ആളുകൾ സംസാരിക്കുമെന്ന് തോന്നുന്നു.
ഇല്ല, എഴുതുന്ന സമയത്ത് അങ്ങനെ കാസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാറില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു ശീലിച്ച ഒരു മീറ്ററിലേക്ക് എഴുത്ത് അതിലേക്ക് അഡാപ്റ്റ് ആയി പോകും. അപ്പൊ അങ്ങനെ വേണ്ട, ഒരു ഒറിജിനൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആൻഡ് ഫോം എഴുത്തിന് വേണം എന്നുള്ളതുകൊണ്ട് പരമാവധി നമുക്ക് നിലവിൽ അവൈലബിൾ അല്ലാത്ത ആർട്ടിസ്റ്റുകളെ ചിന്തിച്ചിട്ടാണ് എഴുതാൻ ശ്രമിക്കുക. ഒരു മോട്ടിവേഷൻ വേണം. ചിലതൊന്നും ആലോചിക്കാണ്ട് എഴുതും, ചിലത് നമുക്കിപ്പോ കിഷ്കിന്താണ്ടൊക്കെ എഴുതുന്ന സമയത്ത് അപ്പുപിള്ള എന്നുള്ള ക്യാരക്ടർ എൻ എം പിള്ള സാറിന്റെ ഇമേജ് ആയിരുന്നു എന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇതിലത്തെ മോഹൻ പോത്തന്റെ ക്യാരക്ടറിന് പഴയ സുകുമാരൻ ചേട്ടന്റെ ഒരു ഇമേജും ഓറയും പുള്ളിയുടെ ഒരു സംഭാഷണ രീതിയും പുള്ളിയുടെ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും ഒക്കെ ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഒരു ജെന്റിലാണ് എന്നൊരു കെയർ ഫ്രീ ആണ്. ഈ പറഞ്ഞ പോലെ ഉണ്ട്, ഇവര് നിർത്തിച്ചാണ് അങ്ങനെയാണോ അങ്ങനെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബാഡ് ആസ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഷേപ്പ് ആൻഡ് ഫോമിലാണ് അത് എഴുതിയത്. എല്ലാ എഴുത്തിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഓക്കെ ഇങ്ങനെയുള്ള ഒരു മീറ്റർ സൂട്ട് ആവുന്ന ആരുണ്ട്, ഒരു ഇച്ചിരി ഒരു ഫ്രഷ്നെസ് തോന്നിക്കുകയും വേണം. അധികം സിനിമകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഈ പറഞ്ഞ ഇത്രയും ഒരുപാട് ഡയലോഗ്സ് ഉള്ള ക്യാരക്ടറാണ് മോഹൻ പോത്തൻ്റെത്, വിനീതേട്ടൻ്റെത്. അപ്പൊ ആ ഡയലോഗ്സ് ഒക്കെ എല്ലാ ലൈൻസും ഒരേപോലെ ആവരുത്, അതിനൊക്കെ ഒരു സ്റ്റൈല് വേണം, റിപ്പിറ്റേറ്റീവ് ആയിട്ട് തോന്നരുത്, മോഡുലേഷൻ കൊണ്ട് അതിനൊരു ലൈഫ് കൊടുക്കാൻ പറ്റണം, ബോഡി ലാംഗ്വേജ് കൊണ്ട് ലൈഫ് കൊടുക്കാൻ പറ്റണം. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ വിനീതേട്ടന് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ഈ പറഞ്ഞ പുള്ളിയുടെ പ്രീവിയസ് ബോഡി ഓഫ് വർക്കിലൊക്കെ പുള്ളി ഈ പറഞ്ഞ ഒരു ഡയലോഗുകൾ ഏത് രീതിയിലും അനായാസമായിട്ട് എടുത്ത് പെരുമാറാനുള്ള ഒരു അസാധ്യമായിട്ടുള്ള കേപ്പബിലിറ്റി പുള്ളിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. വിനീതേട്ടനോട് പക്ഷെ എന്ന് വെച്ചാൽ സുകുമാരൻ ചേട്ടന്റെ അതുപോലെ വേണമെന്നൊന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുത്തിന് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് എഴുതിയത്. ഇല്ലില്ല, പുള്ളിയെടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ റീസെന്റ് പ്രൊമോഷൻ സമയത്താണ് അത് റിവീൽ ചെയ്തത്. ഇല്ലെങ്കിൽ അവരും മേ ബി ഇവർ ഇത് ഉദ്ദേശിച്ചാണോ എഴുതിയത്, അന്ന് ഞാൻ അതുപോലെ എന്തോ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കോൺഷ്യസ് അവയർനെസ് അവരുടെ തലയിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് വേണ്ടത് അവരുടെ ഒറിജിനൽ ഇന്റർപ്രിട്ടേഷൻസും അവരുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ വേണ്ടത്. ക്രിയേറ്റിവിറ്റി നമുക്ക് അവരുടെ ഒറിജിനൽ എസൻസ് നമുക്ക് വേണമെങ്കിൽ വി ഹാവ് ടു ലെറ്റ് ദം ഡു. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഒറിജിനൽ പ്രൊജക്ഷൻ ഉണ്ടാക്കാൻ നമ്മൾ അവരെ അലോ ചെയ്യണം, റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. ഏതെങ്കിലും ഒരാള് അത്തരത്തിലൊരു കഥ ഞങ്ങൾക്ക് വേണ്ടി എഴുതിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. വിനീതേട്ടൻ്റെ ഈ ക്യാരക്ടർ പറയുന്ന സമയത്ത് എന്തായിരുന്നു റിസ്ക്? വിനീതേട്ടൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുകയാണ് ചെയ്തത്. നരേഷന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. പുള്ളി സ്ക്രിപ്റ്റ് വായിച്ചു, പുള്ളിക്ക് ഇഷ്ടമായി, നല്ല രസമുണ്ട്, അൺയൂഷ്വൽ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി അപ്പൊ തന്നെ പുള്ളിയുടെ ഹോംവർക്കുകൾ തുടങ്ങി. നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആ ഡയലോഗ്സ് ബാഹുൽ ഉദ്ദേശിച്ച രീതിയിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം, സോ ദാറ്റ് എനിക്കത് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പരമാവധി അതിനൊക്കെ ഓടി ഒളിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ അതേ കാരണം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ പുള്ളി അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നോക്കുമല്ലോ. അപ്പൊ അത് അഗൈൻ ഈ പുള്ളിയുടെ ഒരു ഒറിജിനൽ പ്രൊജക്ഷൻ നമുക്ക് മിസ്സാകാൻ കൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ ഗംഭീരമായിട്ടായിരിക്കും പുള്ളി അത് ചെയ്യുക. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പരമാവധി ഓടി വിളിക്കാറുണ്ട്. പിന്നെ പുള്ളി ലുക്സ് അങ്ങനെ വേണോ ഇങ്ങനെയൊക്കെ ചെയ്താലോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ബ്രെയിൻ സ്റ്റോമിങ്ങും ഒരു 2-3 days ഗ്യാപ്പ് ഇട്ടിട്ട് പുള്ളി വിളിച്ചിട്ട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വീണ്ടും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. ഈവൻ ഷൂട്ട് കഴിഞ്ഞിട്ട് പോലും അങ്ങനെ വായിച്ചൊരു ആർട്ടിസ്റ്റ് എനിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഡബിങ്ങിന് വന്നപ്പോ പുള്ളി പറയാ, എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഈ 4 ദിവസം മുന്നേ സ്ക്രിപ്റ്റ് വീണ്ടും ഒന്നുകൂടെ വായിച്ചോട്ടോ. അപ്പൊ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വായിച്ചു നോക്കുമ്പോ വേറെ ഫീൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് അത് അദ്ദേഹം പറയുന്നു. 2-3 തവണ സിനിമ കാണണം എന്ന് അദ്ദേഹം പ്രസിൽ പറയുന്നുണ്ടായിരുന്നു. എന്നോടെങ്കിലും പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് വിളിക്കണം രാവിലെ. അപ്പൊ എന്റെ വോയിസ് കുറച്ചും കൂടെ ഇങ്ങനെ ഉണ്ടാവും. അതെ, പുള്ളിയുടെ വോയിസിന് അങ്ങനെ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഒരു വോയിസ് ഉണ്ടായാൽ കൊള്ളാം. അതുകൊണ്ട് നമുക്ക് ഏർലി മോർണിംഗ് പിടിക്കാന്ന് പറഞ്ഞിട്ട് 6:45 6 മണിക്ക് വരാം, 7 മണിക്ക്. അങ്ങനെ 3 ദിവസം കൊണ്ട്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയ ലൊക്കേഷൻ ഏതായി കോപ്പി കണ്ടിട്ട്? ആദ്യം ഞങ്ങൾക്ക് മറ്റേ മ്ലാത്തിയുടെ വീടായിരുന്നു ഞങ്ങളുടെ. അത് എവിടെ കിട്ടുന്നോ അത് ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി ലൊക്കേഷൻസ് നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. അതെവിടെയാണോ അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത്. നമ്മുടെ മേജർ കുര്യച്ചന്റെ വേൾഡ് അതാണല്ലോ. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. അവസാനം അതൊരു സ്ഥലത്ത് കണ്ടെത്തി അതിനുശേഷം അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, മറ്റേ ഇതിന്റെ ലോഡ്ജ് പിന്നെ ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇപ്പോൾ ഇവിടുന്ന് മറ്റേ മോഹൻ പോത്തം പോയിട്ട് വീഴുന്ന സ്ഥലം, കവല, പോസ്റ്റ് ഓഫീസ്, പലചരക്ക് കടകളുടെ സ്ഥലം, അങ്ങനെ പിന്നെ ഓരോന്നായിട്ടുള്ള ഇതായി. അപ്പോൾ ഈ പടത്തിലുള്ള ആകെ 3 ലൊക്കേഷനാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് മ്ലാത്ത് വീട്ടിലേക്ക് പോകുന്ന വഴി, ആ പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ് ഇത്. മറ്റേ കാട്ടുകുന്നിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള ഒരു ഏരിയയാണിത്. ഇവിടുന്ന് നേരെ പോകുന്നത് മ്ലാത്തി വീടാണ്. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിലാണ് ബാക്കി സംഭവങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ ഉള്ളത് കവല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗസ്റ്റ് ഹൗസ്,
ലോഡ്ജ്, മറ്റേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പടത്തിലെ ലൊക്കേഷൻ. അതെ. ഇത് അപ്പം ഇതിനിടയിലുള്ള സ്ഥലത്താണ് ഫൈറ്റ് നടക്കുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന ആ വേൾഡ് അതാണ്. അതാണ്. നമുക്ക് അപ്പൊ അടുത്ത ലൊക്കേഷനിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. പാപ്പച്ചൻ സാറിന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഈ കവലയിൽ വെച്ചിട്ടായിരുന്നു. അതെ അതെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അത് അവിടെയായിരുന്നു, കുറച്ചുകൂടി അപ്പുറത്തായിരുന്നു, ആ സൈഡായിരുന്നു. കാർ കൊണ്ടിട്ടിട്ട് അതിലേക്ക് പീയൂസിനെ കയറ്റുന്നു. അതായിരുന്നു ഇൻട്രസ്റ്റ്. ഇതില് ഇപ്പം ഞാൻ കാറിന്റെ പറയുന്ന സമയത്ത് ബ്രേക്ക് ഇല്ലാതെ ആ കാറിൽ വരുന്ന ഒരു വരവുണ്ടല്ലോ, ശരിക്കും ഞങ്ങളെല്ലാവരും ഇത് എങ്ങനെ ഇത് ഓടിക്കുന്ന ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ശരിക്കും നരേൻ ചേട്ടൻ പറഞ്ഞു ഇത് ബ്രേക്ക് ഇല്ലാണ്ട് ശരിക്കും ഓടിച്ചതാണ്, എക്സ്പ്രഷൻ കറക്റ്റ് വന്നു എന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് ആണോ? അതെ അതെ, ബ്രേക്ക് കുറവായിരുന്നു, ബ്രേക്ക് ഇല്ലായിരുന്നു. കുറച്ച് പഴയ വണ്ടിയായിരുന്നു, പഴയ വണ്ടികളായിരുന്നു. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷമാണ് അതിന് കുറച്ച് ബ്രേക്ക് ഇല്ല എന്നുള്ള അവസ്ഥ മനസ്സിലായത്. മറ്റേ അതിന്റെ മെയിൻ ഓണർ ബ്രേക്കിന്റെ ഓയിലൊക്കെ അടുത്തൂടെ വരും, എന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെയാണ് അറിയുന്നത് ബ്രേക്ക് ഇല്ല. എക്സ്പ്രഷൻ ഒക്കെ കുറച്ച് റിയൽ ആയിരുന്നു, കറക്റ്റ് ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു. അല്ല, ആ ഷോർട്സിൽ നമ്മൾ ഒഴിവാക്കിയിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ ചില ഷോട്ടുകൾ ക്യാമറ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നരഞ്ഞാട്ടൻ ഭയങ്കര ഫാസ്റ്റ് ഓടിക്കുക, അപ്പൊ എനിക്ക് സൈഡിൽ കൂടെ കാണാം, ഫ്രെയിമിൽ ഇല്ലാത്ത സ്ഥലത്ത് കാണുന്നുണ്ട്. കാരണം ഞാൻ പേടിച്ചിട്ട് എക്സ്പ്രഷൻ പക്ഷെ വേറെ രീതിയിൽ വന്നിട്ട്, പക്ഷെ പുള്ളി ഫേസ് നമ്മൾ അവന് ആവശ്യം, പാപ്പച്ചന് ആവശ്യമുള്ള എക്സ്പ്രഷൻ തന്നെ ഫേസിൽ കൊടുത്തു. പക്ഷെ സഹീർ മുഹമ്മദിന് ആവശ്യമുള്ള എക്സ്പ്രഷൻ കയ്യിലും കൊടുത്തു. ഇപ്പം ഒരു ലോഡ്ജ് ഒഴികെ ബാക്കി എല്ലാം ആർട്ട് വർക്ക് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അല്ല, ലോഡ്ജിലും ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ബിൽഡിംഗ് മാത്രമേ അല്ലേ, നമ്മളതിനകത്ത് റൂം സെറ്റ് ചെയ്തു, അതിന്റെ ബോർഡ് സെറ്റ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ തന്നൊരു റെഫറൻസ് എന്തായിരുന്നു ശരിക്കും ഈ ഒരു കവലക്ക് വേണ്ടിയിട്ട്? ഡയറക്ടർ തന്ന റെഫറൻസ് ആണ് നമ്മൾ കവല ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മള് ശരിക്കും പല 2-3 ലൊക്കേഷൻസ് നോക്കി കവലയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഈ ലൊക്കേഷനിൽ എത്തുന്നത് നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്താണ് ഈ ലൊക്കേഷനിൽ എത്തുന്നത്. ഇത് കണ്ടപ്പം ഫസ്റ്റ് തന്നെ ബാബുജിയാണ് ചാടി ഇറങ്ങി, ഇതൊന്നും നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഞ്ചേറിന് ഇറങ്ങി. പിന്നെ എല്ലാവരും ഇറങ്ങി നോക്കിയപ്പോൾ നമുക്ക് പറ്റിയ ഇതായിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഒരു ഒതുക്കുണ്ട്. നമുക്ക് നമ്മുടെ കഥയുടെ പരിസരത്ത് നമുക്കൊരു കവല വേണം, എന്നാൽ അത് ഭയങ്കര എക്സ്പാൻസീവ് ആവാനും പാടില്ല, കുറച്ച് റിമോട്ട് ഏരിയയിലുള്ളതാണെന്ന് വേണം. അപ്പം ഒരു 1 or 2 ബിൽഡിങ്സ് ഒക്കെ മിനിമലിസ്റ്റിക് ആയിരിക്കണം, എന്നാൽ ഇച്ചിരി ഫില്ലായതുപോലെ തോന്നാൻ വേണം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഈ 2 കട കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഫില്ലായതായിട്ട് തോന്നൂല, ഭയങ്കര ദാരിദ്ര്യം ഫീൽ ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ഇത് പോണ വഴിക്ക് കണ്ടപ്പോ വെച്ചാൽ ഇതിങ്ങനെ ഒരു കേവ് ആയതുകൊണ്ട് പാലമുണ്ട്, തോടുണ്ട്. അപ്പൊ കറക്റ്റ് കണ്ണായ സ്ഥലത്ത് ട്രിക്കി ആയിട്ടുള്ള 2 സ്ഥലത്ത് ഓരോരോ ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ അത് പാക്ഡ് ആയതുപോലെ തോന്നും. അപ്പൊ വൈഡ് വെക്കുമ്പോഴായാലും എംപ്റ്റിനെസ് തോന്നില്ല. അപ്പൊ ഈ മരങ്ങളും ഈ ടെറൈൻ ഇതൊക്കെ മൊത്തത്തിൽ എന്തിന്റെയൊക്കെയോ ഇടയിൽ നടുവിലുള്ള ഒരു കുഴിയിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അത് പറഞ്ഞാൽ ലോജിസ്റ്റിക്കലി നമുക്ക് ഭയങ്കര സപ്പോർട്ട്. ഒരു 2 കൺസ്ട്രക്ഷന്റെ ബഡ്ജറ്റ് മാത്രം മതി, അന്ന് നമുക്ക് കുറച്ച് വൈഡ് വെക്കാനുള്ള അത്രയും നിറവ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ പുള്ളിയുടെ ടെക്സ്ചറിങ്ങിന്റെ ബ്രില്യൻസ് ആണ് ഈ പറഞ്ഞ വിശ്വസനീയത. നമ്മൾ ഇവിടെയാണ് ഈ കട സെറ്റ്, പലചരക്കട റേഷൻ കടയൊക്കെ. അപ്പൊ ഇവിടെ ഈ മറ്റേ ഉളുപ്പൂണി വാട്ടർഫാൾസിലേക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പൊ പലപ്പോഴും സെറ്റ് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ഒരാഴ്ച മുന്നേ ഒക്കെ സെറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കടയുടെ. അപ്പൊ ഈ ഇവിടെ പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ ജീപ്പ് നിർത്തിയിട്ട് അതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ അത് അന്നത്തെ കാലഘട്ടത്തിൽ ആക്ച്വലി ഈ റൂഫെല്ലാം കുറച്ച് താഴ്ന്നിട്ടായിരിക്കും. അപ്പൊ അത് ഈ സജീഷിന്റെ കറക്റ്റ് ഓക്കെ 1 ഇഞ്ച് പോലും മേലോട്ട് പോയാൽ ടോട്ടലി ഒരു കാലഘട്ടമേ മാറും, മനസ്സിലില്ല. ആ തരത്തിൽ ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വിഷ്വൽ തന്നെ ഓക്കെ നമ്മള് 70s or 80s ഒരു ബിൽഡിങ്ങിന്റെ ഒരു എസൻസ് വന്നു. ഫുൾ ഡീറ്റെയിലിംഗിന്റെ ഉസ്താദാണ്. ഇപ്പൊ 1979-80 കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ റെഫറൻസ് എടുക്കും. പഴയ സിനിമകളാകാം, ഇപ്പൊ പല പുസ്തകത്തിന്റെ കാര്യങ്ങളാവാം. പക്ഷെ അതിനപ്പുറം എന്തൊക്കെ റെഫറൻസ് എടുത്തെങ്കിൽ ഹോംവർക്കുകൾ ചെയ്തു ശരിക്കും ഈ ഒരു കവല ഉണ്ടാക്കാൻ? എന്റെ നാട്ടില് ശരിക്കും തോന്നുന്നത് 80-ന്റെ മുമ്പിലുള്ള ബിൽഡിംഗ് ഉണ്ട്. ഞാൻ വെടിക്കെട്ട് സിനിമ ചെയ്യുന്ന സമയത്തെ എന്റെ നാട്ടിലെ ബിൽഡിങ്ങിന്റെ റെഫറൻസ് ചെയ്തത്. കാരണം ആ ഓടിന്റെ ചായ് വരുമ്പോൾ ഇഷ്ടികേന്റെ കെട്ട് അത് അങ്ങനെ തന്നെ. അവിടത്തെ ബിൽഡിങ്ങിന്റെ വാതിലുകള് ഇതെല്ലാം അങ്ങനെ ചെയ്ത്, ആ ചായക്കടക്ക് അങ്ങനെ ചെയ്ത്. അതുകൊണ്ട് അവിടെ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ ചെറിയൊരു ചായ്വ് നമ്മളെ ഈ ബിൽഡിങ്ങിലുണ്ട്. പിന്നെ ഈ പഴയ കാലത്തൊക്കെ ഈ ചുണ്ണാമ്പും ഇതൊക്കെ വെച്ചിട്ടാണ് ഭിത്തിയൊക്കെ തേക്കുന്നത്. നമ്മള് ഇന്നത്തെ കത്തി കൊണ്ട് കൃത്യമായിട്ടായിരിക്കില്ല പലതും. അതൊക്കെയാണ് നമ്മളെ ഈ പോസ്റ്റ് ഓഫീസിന്റെ ടെസ്റ്ററൊക്കെ വന്നേക്കുന്നത്. പോസ്റ്റ് ഓഫീസിന്റെ ടെസ്റ്റ് ശരിക്കും നമ്മളെ ബോണക്കാട് ഫോറസ്റ്റിൽ ഒരു റെഫറൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറെ ജനലുകൾ അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ കാണുന്ന സമയത്ത് കുറെ സാധനം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ചെറിയ 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 സംഭവങ്ങൾ കണ്ടതും
അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ നമ്മൾ കളിച്ച് നടന്ന സ്ഥലത്തുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. അതൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഈ 2 ബിൽഡിങ്ങിനും വന്നിട്ടുണ്ട്. അറിയാതെ വരുന്നതാണ്. അതിൽ പ്രോപ്സ് എല്ലാം നിങ്ങൾ ശരിക്കും കാണണമായിരുന്നു. അതായത് അതൊന്നും കൂടുതൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ അതിൽ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത്രത്തോളം അതെല്ലാം ഇപ്പൊ ആ കാലത്തെ ഇപ്പൊ അന്ന് 501 ബാർ ഷോപ്പ് അങ്ങനെയുള്ള ഉജാല എന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ അതുപോലെ ഈ കോൾഗേറ്റ് പേസ്റ്റ് അതിന്റെ പൗഡർ ആയിരുന്നു, ഈ പേസ്റ്റ് പൗഡർ. പിന്നെ അത് അന്നത്തെ കാലത്ത് ഒരു വിളക്ക്, ചിമ്മിനി വിളക്ക് പരിപാടികൾ, അതൊക്കെ. പിന്നെ ഈ ഒരു നൂലുണ്ട ഉണ്ടാവും, ഇങ്ങനെ ഒരു കയറിനോട് ഇങ്ങനെ കെട്ടി തൂക്കും. അന്നത്തെ പേനകള്, അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ നോക്കി ചെയ്യില്ല. പഴയ കാലത്ത് ഈ എണ്ണപ്പാട്ടയുടെ ഒരു സൈഡ് ഗ്ലാസ് ഇട്ടിട്ട് അതിലൊക്കെയാണ് ഈ അപ്പം, ഈ ബണ്ണ്, ബിസ്ക്കറ്റ്, അങ്ങനെ സാധനങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന് നോക്കി. പിന്നെ ഈ ശർക്കരയൊക്കെ ഇന്ന് ചാക്കിലൊക്കെ കൊണ്ടുവരും. അന്നൊരു പായ പനമ്പായില് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ സിനിമയ്ക്ക് അത്ര ഡീറ്റെയിൽസിലേക്ക് പടം കണ്ടാ അറിയാലോ അത്രേ വരുന്നു. പക്ഷെ അതില് മാക്സിമം അതിന്റെ അകമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത്ര നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം ഒരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ എല്ലാ ഒരു ഡീറ്റെയിലും വിഷമമുള്ളത് ഞാൻ നിങ്ങളുടെ ഒന്നും പറഞ്ഞത്, അതില് പുള്ളി കടയുടെ അകത്തൊരു 10,000 കടയുടെ അകത്ത് ഈ പലചരക്കടന്റെ അകത്ത് ഒരു 10,000 അതുപോലെ കുറച്ച് പ്രോപ്സ്, ഒരു ഓറിയന്റേഷനും പുള്ളി ബൈ ഡിഫോൾട്ട് പുള്ളി ചെയ്തു വെച്ചിരുന്നു. അത് ഉഗ്രനായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് ആ സീൻ ഷൂട്ട് ചെയ്യേണ്ട ദിവസം പല കാരണങ്ങളും കൊണ്ട്, കാലാവസ്ഥ കാരണങ്ങളും കൊണ്ടൊക്കെ നമുക്ക് അതിന്റെ ഓറിയന്റേഷൻ ഒന്ന് മാറ്റേണ്ടി വന്നു. അത് ക്യാരക്ടേഴ്സിന്റെ ബ്ലോക്കിംഗ് കൊറിയോഗ്രഫിക്ക് വേണ്ടി ഇയാൾ അവിടെ നിന്ന് വേണം ഇങ്ങനെ വരാൻ, സന്ദീപ് ഒപ്പം വേണം മറ്റേ മാസിക നോക്കാൻ എന്നൊക്കെ ഉള്ളത്, അങ്ങനെ ഒരു ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന് കൺവീനിയൻസ് ആക്കാൻ വേണ്ടിട്ട് പുള്ളി ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സാധനം ഇപ്പൊ നിലവിൽ ഇപ്പൊ ഫ്രെയിമിൽ കാണാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോറി, അടുത്ത പടത്തിൽ ഉറപ്പായിട്ട് 10,000 കാണിച്ചില്ല. അല്ല, അത് മാത്രല്ല, നമ്മൾ അന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഈ സന്ദീപ് വരുന്നതൊക്കെ വെളിയിൽ നിൽക്കാനല്ലേ പ്ലാൻ ചെയ്തേക്കുന്നത്, വെളിയിൽ നിൽക്കാനല്ല. അപ്പൊ ബാജി വന്ന് സെറ്റിൽ നോക്കി ഇങ്ങനെ ഞാൻ പുറകിലുണ്ട്, എന്ത് പറയുന്നു എന്നുള്ളത് നോക്കണല്ലോ, പണി കിട്ടുമോ എന്നുള്ള സാധനം പുറകിൽ കുറെ നോക്കി വന്നു. നമുക്ക് അകത്താക്കാം. എനിക്ക് തോന്നുന്നു ജോബിയാണ് ബാക്കിൽ എന്നാണ് നിങ്ങൾ കരുതിയത്. ജോബിനോട് പറയുമ്പോഴേ എനിക്ക് തോന്നിയത് നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാം സന്ദീപിനെ. അകത്തേക്ക് ബിൽഡിങ്ങിനകത്തല്ലേ നമ്മൾ ആ വരാന്തയിലേക്ക് കയറ്റാം എന്നുള്ള സംഭവത്തിൽ. കാരണം അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു 3-4 നിറപ്പലകകൾ മാത്രം തുറന്നു വെച്ചാൽ മതി, അതിലെ മാത്രം കണ്ട അത്രയും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്താ തോന്നുന്നു. ചെയ്തോണ്ടിരിക്കുമ്പോൾ ചെയ്തു പോകുന്നതാ. അല്ല, അത് ഗംഭീരമായി. എന്തുകൊണ്ട് ആ പ്ലാൻ മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച ആക്ച്വലി റീസൺ ഇതായിരുന്നു. പുറത്ത് നിന്നുള്ള രീതിയിൽ സ്റ്റേജിങ് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്രമാത്രം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഫ്രെയിമിലേക്ക് ഉൾപ്പെടുത്താം. അപ്പൊ നമ്മൾ ആ അകത്തും പുറത്തായിട്ട് ആയി കഴിഞ്ഞാൽ 2 ആംഗിള് കളിക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി ഒരു 3 ഡയമെൻഷണൽ കവറേജ് ഉണ്ടായാലാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്ന എല്ലാം പറ്റാവുന്നിടത്തോളം നമുക്ക് ഫ്രെയിമിലേക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കൊറിയോഗ്രാഫി നിങ്ങൾ ചെയ്തത്. എങ്ങനെ ഏറ്റവും നമ്മൾ വിചാരിച്ചതിനേക്കാളും നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും നിങ്ങൾ തന്നപ്പോ ഇതൊക്കെ കൂടെ എങ്ങനെയാണ് അവന്റെ ആക്രാന്തം വരുമല്ലോ, ചെയ്യണ്ടേ, ഇതെല്ലാം കൂടെ കവർ ചെയ്യാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ ഏകദേശം അതിന്റെ ഒരു 360 ഇപ്പൊ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 10,000 നമ്മള് പറയുന്നതിനെക്കാട്ടും അപ്പുറമാണ് ചെയ്ത് വെക്കുക. നമ്മള് ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ടാവും, ഓക്കെ ഇതാണ്. പക്ഷെ പോയി ഇവിടെ വരുമ്പോഴാണ് എന്റെ അമ്മ ഇതിൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള സാധ്യതകളോ എല്ലാം ഒന്നും വിടില്ല. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ആയിരുന്നു, ബൾബ് വീണ് പൊട്ടുന്നത്. അതിപ്പോ പിയൂസ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണോ ബൾബ് പൊട്ടിച്ചത്? ഇപ്പൊ ആളുകൾ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ശരിക്കും അതിന്റെ ഒരു റീസൺ എന്തായിരുന്നു? അവിടെ പരിസരത്ത് ഇല്ല എന്നറിയാൻ ബിനുപപ്പുന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു സൂചനയായിരുന്നു ശരിക്കും? പിയൂസ് പോയിരിക്കുന്നു, ഒരു ടീമിന്റെ കൂടി പോയിരിക്കുന്നു എന്നുള്ള ഒരു സീക്രട്ട് ഇൻഫർമേഷൻ അത് തന്നെയായിരുന്നു. അത് ബിനുപപ്പുവിന്റെ ക്യാരക്ടറിന് കൊടുക്കുന്നതാണ് അല്ലേ? ബിനുപപ്പുവിന്റെ വണ്ടി വെച്ച സ്ഥലം ഇതാ, വരുമ്പോ തന്നെ ലോറി ഇവിടെ. ഈ ഗേറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അതിന്റെ ഒരു പണി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി നമ്മളത് മുളയെല്ലാം വെച്ച് ഇവിടെ ഒരു മുളയുടെ ഇത് ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച് മറിച്ചതാണ്. ഗേറ്റിന്റെ ആ മെയിൻ ഡോറ് മാത്രം എടുത്ത് മാറ്റി ഇതുണ്ടായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമ്മള് മാസ്ക് ചെയ്തു. കുറ്റികളൊക്കെ ഒരു പഴയ മരത്തിന്റെ ഇതുപോലെ ആക്കിയെടുത്തു, കവർ ചെയ്തെടുത്തു. ഇപ്പൊ കവലയിലെ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ഒരു ആർട്ട് വർക്ക്? എല്ലാം പണി തന്നെയാണ്. പിന്നെ ഈ പോസ്റ്റ് നമ്മൾ ഇതാക്കി, ഇതില് പോസ്റ്റുകളൊക്കെ മാറ്റിയിടും. നമ്മൾ കോൺക്രീറ്റ് ഇല്ലല്ലോ കാലത്ത്, മരത്തിന്റെ പോസ്റ്റാണ്. മരമായിട്ടാണ് ചെയ്തത്. ഇതിനെ കവർ ചെയ്തിട്ട് മരമായിട്ട് തന്നെ ചെയ്തു. ഏറ്റവും റിസ്ക് എടുത്തേക്കുന്ന സാധനം അറിയുന്ന അന്ന് മുളയുടെ കാര്യം ചോദിച്ചില്ല എന്നോട്, മുള. അപ്പൊ ഞാൻ അത് എന്നൊക്കെ പറഞ്ഞു. മുളയ്ക്ക് ചെയ്തതിനു ശേഷം എന്നോട് ചോദിക്കുക, ഇത് ആണോ എന്നിട്ട് ആണോ ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. സംഭവം അറിയോ, മുള ശരിക്കും ഇവിടെ കമ്പ് വെട്ടി അതിന്റെ കമ്പ് മാത്രം നമുക്ക് എടുക്കാൻ എളുപ്പാ. ഈ ചില്ലകളുള്ളപ്പോ മുള എടുക്കാൻ പറ്റില്ല.
ടിപ്പറിന്റെ മുകളിൽ കെട്ടി വലിച്ചിട്ടാണ് ഓരോന്നോരോന്ന് എടുക്കുന്നത്. അത് എന്നിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി വെക്കുകയാണ്. പക്ഷെ അതായിരുന്നു നമുക്ക് ടെൻഷൻ ഉണ്ടാക്കിയൊരു കാര്യം. ബാക്കിയൊന്നും ടെൻഷൻ ഇല്ല. കാരണം വെച്ചാൽ ഇത് അവിടുന്ന് ഇത് വെട്ടിത്തരുന്ന ആൾക്കാർക്ക് ദേഷ്യം പിടിച്ചു തുടങ്ങി. ഇത് വലിയ പാടാണ് അവർക്ക്. അവർ വിട്ടാ ഈ പരിപാടി തീർന്നു. അപ്പൊ അവരെ എങ്ങനെയൊക്കെയോ സോപ്പടിച്ച് നിർത്തി ഇങ്ങനെ അതിനകത്ത് സപ്പോർട്ടായിട്ട് കിട്ടിയ ആ വഴിയിൽ കിടന്ന ഒരു മുളയുടെ എന്തോ ഒരു ഇത് മറിഞ്ഞു വീണ് ഉണങ്ങി കിടന്നൊരു സാധനം. അതാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ കുഴിച്ചു വെച്ചതാണെന്ന് തോന്നാത്ത അതുകൊണ്ടാണ്. ആ ഉണങ്ങിയതും പൊട്ടിയതും ഇങ്ങനെ കുറെ മൂത്ത മുളയുടെ ഒരു സ്വഭാവമുള്ള ഈ ഏരിയയിൽ വെക്കാൻ പറ്റി. ഈ ഷാഫിക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. പുള്ളിയുടെ അടുത്ത് എന്ത് നമുക്ക് ആവശ്യപ്പെടാം, പുള്ളി സാധിച്ചു തരും. പുള്ളി അത് നേരത്തെ കടയുടെ കാര്യം പറഞ്ഞാലാണ് നമ്മൾ വീട്ടിൽ കഞ്ഞി മാത്രം കുടിച്ച് ശീലിച്ച ഒരാള് ആദ്യമായിട്ടൊരു ബൊഫെ കാണുമ്പോൾ അതാണ് പലപ്പോഴും ഇരിക്കുന്നത്. വീട്ടിലൊക്കെ പോയിട്ട് ഫ്ലാറ്റ് വീടിന്റെ ഒക്കെ ഫസ്റ്റ് ടൈം ഫുൾ സെറ്റിംഗ് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഡേ നമുക്ക് പോയി കുറച്ചു നേരത്തേക്ക് ഓവർവെൽംഡ് ആയി പോയി. എന്റെ ദൈവമേ, കണ്ണീന്ന് വെള്ളമൊക്കെ ഇതൊക്കെ എങ്ങനെ കവർ ചെയ്യും? അങ്ങനെ എല്ലാം വേണമെന്നുണ്ട്. അതിന് മാത്രമുള്ള സീനും ഇല്ലല്ലോ. ഒരു 5-6 സീൻ അധികം എഴുതണം എന്നൊക്കെ ജോബി ചോദിച്ചു. എക്സ്ട്രാ കിണറൊക്കെ എക്സ്ട്രാ കിണറുണ്ടായിരുന്നു. അവിടുത്തെ മരങ്ങളെല്ലാം എനിക്ക് ഒരു അതിനകത്തൊരു വലിയ ഇത് തോന്നിയ ഒരു കാര്യം, ഞാൻ ഫസ്റ്റ് ഡേ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങിയൊന്ന് നോക്കി ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് എല്ലാം നോക്കിയപ്പോൾ ഈ ഓടിന്റെ പിന്നെ അവിടെ ഈ ചെറിയ പുല്ലുകൾ പിടിക്കുമല്ലോ, ഈ കരിമ്പായൽ കഴിഞ്ഞിട്ട് പിന്നെ ചില പുല്ലുകൾ പിടിക്കും. ആ ഡീറ്റെയിൽസ് വെച്ച് പഹയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, ഈ ഡീറ്റെയിൽസിലൊക്കെ ഒരു ഷോട്ടൊക്കെ പോവായിരിക്കും, എനിക്കറിയില്ലല്ലോ. പക്ഷെ അങ്ങനെ അല്ല, അത് ചെയ്തു വെക്കുക. യെസ്, എല്ലാം ചെയ്തു വെക്കുക. അവര് ആവശ്യം ഉണ്ടായി എടുത്തോട്ടെ, അത്രയുണ്ട്. അല്ല, അതാണ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണത്. ഇത് PS ഡോഗിനെ പേടിച്ച് കേറുന്ന മരവും എനിക്കൊന്നും സെറ്റാണ്. നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ആദ്യം കുറെ മരം തപ്പി നടന്നു തോന്നുന്നു അല്ലേ? മരം തപ്പി നടന്നു, ഒന്നും കിട്ടിയില്ല. പ്രോപ്പറില് അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയില്ല. പിന്നെ നമ്മളോട് അതൊന്നും ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ഉണ്ടാക്കി തരും. പിന്നെ നോക്കുമ്പോ ഒരു മരം. പിന്നിപ്പോ നേരത്തെ പറഞ്ഞില്ല, മോളയുടെ കാര്യം പറഞ്ഞില്ലേ, മോള ഈ സിനിമയിൽ ഒരു കഥാപാത്രമാണല്ലോ. അതവിടെയുണ്ട്. വീട്ടില് പ്ലേസ്മെന്റ് അതും പുള്ളിയുടെ ഐഡിയ ആയിരുന്നു. അതിന് കറക്റ്റ് സപ്പോർട്ട് ചെയ്യായി. വീട്ടിലത് വേണമല്ലോ.